വിജയം എന്നത് യാദൃശ്ചികം അല്ല. അത് കഠിനാധ്വാനവും നിരന്തര പ്രയത്നവും അറിവും ത്യാഗവും അതിനുമെല്ലാമുപരി ചെയ്യുന്ന പ്രവൃത്തിയിൽ ഉള്ള സ്നേഹവുമാണ്. സ്ഥാനമില്ലാത്ത സ്ഥലത്ത് സ്ഥലമുണ്ടെങ്കിലും ഇരിക്കരുത്. സ്ഥാനമുണ്ടെങ്കിൽ സ്ഥലമില്ലാത്ത ഇടത്തുപോലും അഭിമാനത്തോടെ ഇരിക്കാം. വേണ്ട എന്ന് തോന്നുന്ന കാര്യങ്ങൾ വേണ്ട എന്ന് തന്നെ പറയണം. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആര് തന്നെ നിർബന്ധിച്ചാലും പറ്റില്ല എന്ന് തന്നെ പറയണം. നേരിടാൻ തയ്യാറായി ഒരു മനസ്സുണ്ടെങ്കിൽ കീഴടങ്ങാൻ തയ്യാറായി ഒരു ലോകം തന്നെ നിന്റെ മുന്നിലുണ്ടാവും. ബുദ്ധിയുള്ള ആളുകൾ മറ്റുള്ളവർ പറയുന്ന നെഗറ്റീവ് അഭിപ്രായങ്ങളെ മുഖവിലയ്ക്ക് എടുക്കാറില്ല. അതിലേക്ക് ശ്രദ്ധ ഊന്നിയാൽ അത് നമ്മളിൽ നെഗറ്റിവിറ്റി ഉണ്ടാക്കും എന്നത് ഒരു വസ്തുതയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലവാരം ഉയർത്താൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഭൂരിപക്ഷവും നിങ്ങൾക്ക് നഷ്ടപ്പെടും. നമ്മൾ കിട്ടില്ലെന്ന് ഉറപ്പിച്ചത് പോലും നമ്മളെ തേടിയെത്തിയേക്കാം. തളരാതെ പരിശ്രമം തുടരുക. അധ്വാനത്തിൻ്റെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ തേടി വരും. തീരെ പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളിൽ വിധി നമ്മളെ തളർത്താൻ ശ്രമിക്കുമ്പോൾ ഓർക്കുക, ഒരു പക്ഷേ അതേ വിധി തന്നെയാകും അപ്രതീക്ഷിത സന്ദർഭങ്ങളിൽ നമ്മെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതും. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മുറിവുകൾ എത്രയൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ഉണങ്ങും. പക്ഷേ മനസ്സിലുണ്ടാവുന്ന മുറിവുകൾ എത്രയൊക്കെ തേച്ചാലും മായ്ച്ചാലും അങ്ങനെ തന്നെ ഉണ്ടാവും. ലോകത്തിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാകുന്ന കാര്യം സ്നേഹക്കുറവാണ്. വിട്ടുകളയാൻ തോന്നാത്തതും എന്നാൽ സ്വന്തമാക്കാൻ കഴിയാത്തതുമായ ചില ബന്ധങ്ങളായിരിക്കും നമുക്ക് കൂടുതൽ സന്തോഷവും അതുപോലെ തന്നെ സങ്കടവും നൽകുന്നത്. നല്ല സേവനത്തിനുള്ള പ്രതിഫലം ഒരൊറ്റ ദിവസം കൊണ്ട് ലഭിക്കുമെന്ന് കരുതരുത്. ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നവർക്ക് അതിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരെ ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത്. നിങ്ങളെ ആവശ്യമുള്ളവരോട് ഒരിക്കലും തിരക്കിലാണെന്ന് പറയുകയും ചെയ്യരുത്. നിങ്ങളെ വിശ്വസിക്കുന്നവരെ ചതിക്കരുത്. നിങ്ങളെ എപ്പോഴും ഓർക്കുന്നവരെ മറക്കരുത്. ചെയ്യേണ്ടതെല്ലാം ആത്മാർത്ഥതയോടെ ചെയ്യുക. ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. ജീവിതത്തിൽ നിരാശരാകേണ്ടി വരില്ല. പ്രതികൂല സാഹചര്യത്തിലും സ്നേഹത്തിൻ്റെ ഒഴുക്കിന് തടസ്സമില്ലെങ്കിൽ അതാണ് യഥാർത്ഥ സ്നേഹം. ജീവിതം സൈക്കിൾ ചവിട്ടുന്നത് പോലെയാണ്. നിങ്ങളുടെ ബാലൻസ് നിലനിർത്താൻ നിങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കണം. നിങ്ങളുടെ നോവുകൾ സത്യസന്ധമാണെങ്കിൽ കാലം അതിന് പകരം ചോദിക്കാതെ കടന്നു പോവില്ല. അത് കാണുവാനുള്ള അവസരവും നിങ്ങൾക്ക് ഉണ്ടാവും. അഹങ്കാരവും അഹംഭാവവും ഉള്ള മനുഷ്യർ ഒരിക്കലും മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിച്ചു കൊടുക്കില്ല. നന്മയുള്ള മനസ്സിന് മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും കഴിയുകയുള്ളൂ. നമ്മുടെ മനസ്സ് തൊട്ടറിഞ്ഞവരോട് മാത്രം എല്ലാം തുറന്ന് സംസാരിക്കാം. അല്ലാത്തവരോട് പറഞ്ഞാൽ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് നമ്മൾ തുറന്നു പറഞ്ഞതൊക്കെ നമുക്ക് എതിരെയുള്ള ആയുധമായി മാറും. എല്ലാ കാര്യങ്ങളിലും വിജയം എന്നൊന്നുമില്ല. പരാജയവും ഒരു യാഥാർത്ഥ്യമാണ്. പരാജയപ്പെടാതെ വിജയിച്ച ഒരു വ്യക്തിയും ഈ ലോകത്ത് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. വിട്ടുനിൽക്കുക. സമയം കളയുന്ന കാര്യങ്ങളിൽ നിന്നും, ആരോഗ്യം നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും, സമാധാനം ഇല്ലാതാക്കുന്ന ബന്ധങ്ങളിൽ നിന്നും. ദുർബലർക്ക് ക്ഷമിക്കാൻ കഴിയില്ല. എന്നാൽ ക്ഷമ ശക്തരുടെ ആയുധമാണ്. ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എപ്പോഴും ലളിതമായി തുടങ്ങുന്നു. അതുപോലെ തന്നെയാണ് മഹത്തായ കാര്യങ്ങളും. നിസ്സാരമായി കണക്കാക്കി ഒഴിവാക്കരുത്. വിജയത്തിലേക്കുള്ള വഴി ഒരിക്കലും നേരെ ആയിരിക്കില്ല. എന്നാൽ വിജയിച്ചാൽ എല്ലാ വഴിയും നേരെയാവും.